ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഒരു ഫയലും കാണാതെ പോയിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അത്തരം വാർത്തകൾ അവാസ്തവമാണ്. മാർച്ച് 14 മുൻപ് തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകുമെന്നും കെ ജയകുമാർ പറഞ്ഞു. RB സനൂപ് വിവരങ്ങൾ നൽകും. വാസ്തവവും സത്യവിരുദ്ധവുമായിട്ടുള്ള വാർത്തകളുടെ എല്ലാ റെക്കോർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അഫിഡവിറ്റ് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് തയ്യാറായിക്കൊണ്ടിരിക്കും. അതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു രേഖകളും കാണാതായിട്ടില്ല. മാർച്ച് 14 മുമ്പ് ഫയൽ ചെയ്യണം എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എടുത്തത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് വക്കീലിന് അയച്ചു കൊടുത്ത് ഒരു അഫിഡവിറ്റ് രൂപത്തിൽ നമ്മൾ ഫയൽ ചെയ്യണം. മാർച്ച് 14 മുമ്പ് ഫയൽ ചെയ്യും. സനൂപ, ഫയലുകൾ കാണാതെ പോയെന്ന വാർത്ത തള്ളുകയാണോ ബോർഡ് പ്രസിഡന്റ്? അതെ ദിവ്യ, അത്തരത്തിൽ യാതൊരുവിധ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട രേഖകൾ, നേരത്തെ എടുത്ത ചർച്ചകളിലെ തീരുമാനങ്ങൾ, സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു ചില വാർത്തകൾ പരന്നിരുന്നത്. പക്ഷേ അതെല്ലാം അവാസ്തവമെന്നാണ് കെ ജയകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ദേവസ്വം ബോർഡിന്റെ പക്കൽ ഉണ്ട്. ദേവസ്വം ബോർഡ് മാർച്ച് 14 തീയതിക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതിയിൽ പുതിയ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി സത്യവാങ്മൂലം നൽകുമെന്നും കെ ജയകുമാർ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ശബരിമലയിലെ ആചാരങ്ങൾ അത് അതേപോലെ തുടരണമെന്നുള്ളത് തന്നെയാണ് നിലപാട്. അതുകൊണ്ട് ആ സത്യവാങ്മൂലം എത്രയും വേഗം നൽകാൻ വേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രമേയമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു യുവതീ പ്രവേശം വേണ്ട എന്നുള്ള കാര്യം. അത് ദേവസ്വം ബോർഡിന്റെ നിലപാടായിട്ട് എത്രയും വേഗം മാർച്ച് 14 തീയതിക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. ഇതിലും അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കണക്കുകളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായതുണ്ട്. എത്രയും വേഗം തന്നെ ഈ കോടതി അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ ഇത് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ശരി, ഫയലുകളൊന്നും കാണാതെ പോയിട്ടില്ല. മാർച്ച് 14 മുൻപ് തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.